സീസൺ കഴിയുന്തോറും തേനീച്ചകൾ ശൈത്യകാലത്തിനായി തയ്യാറെടുക്കുകയും ഡ്രോണുകൾ ഒരു ബാധ്യതയായി മാറുകയും ചെയ്യുന്നു. തൊഴിലാളി തേനീച്ചകൾ ഇവരെ ഭക്ഷണത്തിൽ നിന്നും അകറ്റി നിർത്തുകയും ഒടുവിൽ കോളനിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്നു. വലിപ്പമുള്ള ഡ്രോണുകളെ ഈ ചെറിയ തേനീച്ചകൾ എങ്ങനെ പുറത്താക്കുന്നു? തേനീച്ചകൾ മാരകമായ ഫെറോമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അവ ഡ്രോണുകളെ കടിക്കുമ്പോൾ ഒരുതരം ബോധക്ഷയം ഉണ്ടാകുന്നു. തുടർന്ന് അവയെ കൂടിന് പുറത്തേക്ക് വലിച്ചിടുന്നു. അങ്ങനെ വിശന്നും തളർന്നും ആൺ തേനീച്ചകൾ കൂട്ടത്തോടെ മരണമടയുന്നു. റാണി തേനീച്ച, തൊഴിലാളി തേനീച്ച, ഡ്രോണുകൾ എന്നിവയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. എന്നാൽ തേനീച്ച സാമ്രാജ്യത്തിൽ ഉയർന്ന ബുദ്ധിയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്ന മറ്റൊരു ജീവിയുണ്ട്. നമ്മൾ റാണി തേനീച്ചയെയും തൊഴിലാളി തേനീച്ചകളെയും ഡ്രോണുകളെയും കുറിച്ച് സംസാരിച്ചു. എന്നാൽ തേനീച്ച സാമ്രാജ്യത്തിൽ ഉയർന്ന ബുദ്ധിയുണ്ടെന്ന് പല ശാസ്ത്രജ്ഞന്മാരും വിശ്വസിക്കുന്ന മറ്റൊരു ജീവിയുണ്ട്. അത് കൂട് തന്നെയാണ്. ഹൈവ് മൈൻഡ്, സ്വാം ഇൻ്റലിജൻറ്റ് എന്നൊക്കെ സയൻസ് ഫിക്ഷൻ എഴുത്തുകാർ പ്രയോഗിക്കാറുണ്ടെങ്കിലും ഈ പദങ്ങൾ ആ വിഭാഗത്തിൽ നിന്ന് മാത്രം വന്നതല്ല. പതിനായിരക്കണക്കിന് വ്യക്തികൾക്ക് എങ്ങനെ യുക്തിസഹമായി പെരുമാറുവാൻ കഴിയുന്നു എന്നത് ശാസ്ത്രജ്ഞരെ പണ്ടേ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ചില കണ്ടെത്തലുകൾ നിങ്ങളെ ഭയപ്പെടുത്തിയേക്കാം. ഈ കൂട്ടമായി ജീവിക്കുന്ന ജീവികൾ ഒരിക്കലും ശീതകാല ഉറക്കത്തിലേക്ക് പോകുന്നില്ല. കൂട് തണുപ്പുകാലം കഴിയുന്നതുവരെ കാത്തു സൂക്ഷിക്കുക എന്നത് മാത്രമാണ് ചെയ്യുക. തേനീച്ചകൾ ഒരു പന്ത് പോലെ ഒന്നിച്ചുകൂടി തങ്ങളുടെ ശരീരം കൊണ്ട് ചൂട് ഉൽപ്പാദിപ്പിക്കുന്നു. വേനൽക്കാലത്ത് ശേഖരിച്ച തേനും പൂമ്പൊടിയും അവർ ആഹാരമാക്കുന്നു. കൂട് വൃത്തിയായി സൂക്ഷിക്കുവാൻ അവർ കൂട്ടിനുള്ളിൽ മലമൂത്ര വിസർജനം പോലും നടത്താറില്ല. വസന്തകാലത്ത് പുറത്തു പോകുന്നതുവരെ അവർ അത് പിടിച്ചു നിർത്തുന്നു. പല തേനീച്ചകളും ശൈത്യകാലത്തെ അതിജീവിക്കില്ല. വസന്തകാലമാകുമ്പോഴേക്കും കൂടിൻ്റെ അടിത്തട്ടിൽ ചത്ത തേനീച്ചകളുടെ ഒരു പരവതാനി തന്നെ ഉണ്ടാകും. എങ്കിലും സീസൺ തുടങ്ങുന്നതോടെ തേനീച്ച കുടുംബം വേഗതയിൽ തിരിച്ചു വരുന്നു. ഓരോ കോളനിക്കും അതിൻ്റേതായൊരു ജീവിതമുണ്ട്. ഓരോ തേനീച്ച കുടുംബത്തിനും അതിൻ്റേതായ സവിശേഷതകളും വ്യക്തിത്വങ്ങളും ഉണ്ട് എന്ന് ഏതൊരു തേനീച്ച കർഷകനും നമുക്ക് പറഞ്ഞു തരും. ശക്തമായ കോളനികളും ദുർബലമായവയുമുണ്ട്. ഒരേ സ്ഥലത്തിരുന്നിട്ടും ചിലത് അതിജീവിക്കുമ്പോൾ മറ്റു ചിലത് നശിച്ചു പോകുന്നു. ഓരോ കൂടിനും പ്ലാനിംഗ് നടത്തുവാനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നു. റാണിയെ മാറ്റണോ, ശൈത്യകാലത്തേക്ക് എത്ര ഡ്രോണുകളെ വേണം എന്നെല്ലാം തീരുമാനമെടുക്കുന്നത് ഈ ഗ്രൂപ്പ് ഇൻ്റലിജൻസ് ആണ്. ഒടുവിൽ ഇത് പുതിയൊരു കോളനി സൃഷ്ടിക്കുവാൻ തീരുമാനിക്കുന്നു. ഇത് അതിശയകരമായൊരു പ്രക്രിയ തന്നെയാണ്. ഈ പ്രക്രിയയെ സ്വാമിംഗ് എന്നാണ് വിളിക്കുന്നത്. ജനസംഖ്യ കൂടുമ്പോഴോ സ്ഥലം തികയാതെ വരുമ്പോഴോ ആണ് ഇങ്ങനെ സംഭവിക്കുക. തേനീച്ചകൾ വലിയ ശബ്ദത്തോടെ കൂടിന് പുറത്തേക്ക് പറക്കുകയും തൊട്ടടുത്തുള്ള മരത്തിലോ വേലിക്കെട്ടിനുള്ളിലോ കൂട്ടമായി ഇരിക്കുകയും ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞ് ഈ വലിയ കൂട്ടം ഒരു പ്രത്യേക ദിശയിലേക്ക് പറന്നു പോകുന്നു. അതിന് പിന്നാലെ കാര്യങ്ങൾ അതിലും രസകരമാണ്. റാണിയും പകുതിയോളം തേനീച്ചകളും ഒരു കൂട് തേടി പുറപ്പെടുന്നു. റാണിക്ക് അധിക ദൂരം വേഗതയിൽ പറക്കുവാൻ കഴിയാത്തതിനാൽ അവർ തൊട്ടടുത്തുള്ള കൊമ്പിലിരിക്കുന്നു. ബാക്കിയുള്ളവർ അവളെ പിന്തുടരുന്നു. ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സംഘം പഴയ കൂട് വിടുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അവർ അടുത്ത 3 മുതൽ 5 മണിക്കൂറിനുള്ളിൽ ചർച്ചകളും വോട്ടിങ്ങും നടത്തും. സ്കൗട്ട് തേനീച്ചകൾ പുതിയ സ്ഥലം കണ്ടെത്തുവാൻ പല ദിശകളിലേക്കും പറക്കുന്നു. മരപ്പൊത്തുകളോ പഴയ പെട്ടികളോ ഒക്കെ അവർ നോക്കുന്നു. കാലാവസ്ഥയിൽ നിന്നും ശത്രുക്കളിൽ നിന്നും സംരക്ഷണം നൽകുന്ന വലിയ സ്ഥലമാണ് അവർക്ക് വേണ്ടത്. സ്ഥലം കണ്ടെത്തി തിരിച്ചെത്തുന്ന സ്കൗട്ടുകൾ നമ്മൾ നേരത്തെ കണ്ട വാഗിൻ ഡാൻസ് വഴി വിവരം കൈമാറുന്നു. വ്യത്യസ്ത തേനീച്ചകൾ വ്യത്യസ്ത സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർക്കിടയിൽ ഒരു ജനാധിപത്യപരമായ സംവാദം നടക്കുന്നു. ഒരു സ്ഥലത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നതുവരെ അവർ ഈ ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർ പുതിയ സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. ഈ ചെറിയ ജീവികൾ ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അത്ഭുതകരമാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ തേനീച്ചകൾ ശൈത്യകാലത്തേക്ക് ആഹാരം ഉണ്ടാക്കണമെങ്കിൽ പോലും കൂടുപേക്ഷിച്ച് പോകാറുണ്ട്. അതിൻ്റെ കാരണം ഇന്നും അജ്ഞാതമാണ്. നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നു. തേനീച്ചകളെക്കുറിച്ച് എത്ര പഠിച്ചാലും നമുക്ക് അവയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് തോന്നും. വെറുമൊരു പ്രാണി മാത്രമായി അവരെ കാണുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. മനുഷ്യരാശിയേക്കാൾ ദശലക്ഷക്കണക്കിന് മടങ്ങ് അംഗബലമുള്ള
കൃത്യമായ നിയമങ്ങളും ഭരണ സംവിധാനവുമുള്ള ഒരു മഹാസാമ്രാജ്യമാണിത്. നമ്മുടെ ഓരോ മൂന്നാമത്തെ ഉരുള ഭക്ഷണവും ഈ കുഞ്ഞു ജീവികളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് അവരുടെ പ്രസക്തി എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയർമാരായും കരുത്തുറ്റ സൈനികരായും നിസ്വാർത്ഥരായ ശുചിത്വ തൊഴിലാളികളായുമെല്ലാം ഒരേ സമയം വേഷമിടുന്ന ഇവർ ഒരു ഹൈവ് മൈൻഡിൻ്റെ അഥവാ കൂട്ടായ ബുദ്ധിയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ തൻ്റെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ മുൻഗണന നൽകുന്ന അവരുടെ ജീവിത രീതിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബഹിരാകാശത്ത് നിന്നുള്ള വിചിത്രമായ ജീവികളെക്കുറിച്ചുള്ള സയൻസ് ഫിക്ഷൻ സിനിമകളേക്കാൾ വളരെയേറെ വിസ്മയകരമാണ് ഈ കുഞ്ഞു ജീവികളുടെ ഓരോ ദിനവും. സ്വന്തം ശരീരഭാരത്തേക്കാൾ കൂടുതൽ ഭാരം വഹിക്കാനുള്ള അവരുടെ കരുത്ത്, കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള പൂന്തോട്ടങ്ങൾ കണ്ടെത്തുവാനുള്ള അവരുടെ ഘ്രാണശേഷി, ജനാധിപത്യപരമായ ചർച്ചകളിലൂടെ പുതിയ കൂട് കണ്ടെത്തുവാനുള്ള അവരുടെ പ്രത്യേക കഴിവ്, ഇതെല്ലാം പ്രകൃതിയുടെ നിഗൂഢമായ ആസൂത്രണത്തിൻ്റെ ഫലമാണ്. തേനീച്ചകൾ ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്നും അങ്ങ് അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞാൽ അത് മനുഷ്യരാശിയുടെ തന്നെ അന്ത്യത്തിൻ്റെ തുടക്കമാകാം. നമ്മുടെ തൊട്ട് സമീപത്ത് ജീവിക്കുന്ന എന്നാൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഈ വിസ്മയകരമായ നാഗരികതയെക്കുറിച്ചുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. 10 കോടി വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ദിനോസറുകൾ ഈ ഭൂമി അടക്കി ഭരിച്ചിരുന്ന ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഒരു മാറ്റവുമില്ലാതെ ഒട്ടും തളരാതെ ഈ ഭൂമിയെ പരിപാലിച്ചു പോരുന്നവരാണ് ഈ തേനീച്ചകൾ. നമ്മൾ അവരെ മെരുക്കിയെടുത്തു എന്ന് അഹങ്കരിക്കുമ്പോഴും സത്യത്തിൽ അവർ നമുക്ക് വേണ്ടി ഈ ലോകത്തെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ എന്നത് പ്രകൃതിയിൽ വന്നുപോകുന്ന ചെറിയ പ്രതിഭാസം മാത്രമായിരിക്കാം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ നിലനിൽപ്പിൻ്റെ കാവൽക്കാരാണ്. ഈ ഒരു വീഡിയോയിലൂടെ തേനീച്ചകളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറി എന്ന് ഞാൻ കരുതുന്നു. പ്രകൃതിയിലെ ഈ അത്ഭുതങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.